Hello students, today we are moving to the sixth module, that is final module, the first session in this module. Here we are going to study whirling of shafts. നിങ്ങൾക്ക് ലാബിലൊക്കെ ചെയ്യാനുണ്ട് whirling of shaft എക്സ്പെരിമെൻ്റ് ഉണ്ട്. സംഭവം വെച്ചാൽ when a rotor is mounted on a shaft, ഒരു ഷാഫ്റ്റിൽ ഒരു റോട്ടർ മൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? സാധാരണഗതിയിൽ ഇറ്റ്സ് സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദി റോട്ടർ ഷുഡ് കോയിൻസൈഡ് വിത്ത് ദാറ്റ് ഓഫ് ഷാഫ്റ്റ്, അല്ലേ? ഷാഫ്റ്റിൻ്റെയും റോട്ടറിൻ്റെയും സെൻറ്റർ ഓഫ് മാസ് സെയിം ആണെങ്കിൽ അവിടെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ വെൻ ദ സെൻറ്റർ ഓഫ് മാസ് ഡസ് നോട്ട് കോയിൻസൈഡ് with the center line of the shaft അവിടെ എന്ത് സംഭവിക്കും? സോ അപ്പോൾ when the shaft rotates അവിടെ some centrifugal forces will act, right? It is subjected to a centrifugal force. എന്താണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്? എന്തുകൊണ്ടാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വരുന്നത്? കാരണം അവിടെ ഒരു എക്സെൻട്രിസിറ്റി ഉണ്ട്, അല്ലേ? ഒരു എക്സെൻട്രിസിറ്റി ഉണ്ട്. സോ ദി സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് makes the shaft bend in the direction of eccentricity. അതായത് സപ്പോസ് എൻ്റെ കയ്യിലൊരു ഷാഫ്റ്റ് ഉണ്ട്, ശ്രദ്ധിക്കുക. ഷാഫ്റ്റ് ഇങ്ങനെ മൗണ്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ ഹാവ് എ റോട്ടർ മൗണ്ടഡ് ഓൺ ദാറ്റ് ഷാഫ്റ്റ്. ഓക്കെ, ഈ ഷാഫ്റ്റിൻ്റെ മുകളിലൊരു റോട്ടർ മൗണ്ട് ചെയ്തിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇതിൻ്റെ സെൻറ്റർ ലൈനിന് കോയിൻസൈഡ് ചെയ്യണം. ഏത്? ജി എന്നുള്ള സെൻറ്റർ ഓഫ് മാസ്. ജി ഇവിടെയാണ് ഉണ്ടാവുക. ജി ഈ പോയിൻ്റാണ് ജി. ഓക്കെ, ജി. അങ്ങനെയാണെങ്കിൽ ഇഫ് ദ ഷാഫ്റ്റ് റൊട്ടേറ്റ്സ് വിത്ത് ആൻ ആംഗുലർ വെലോസിറ്റി ഒമേഗ, ദർ വോണ്ട് ബി ആൻ അൺബാലൻസ് ഫോഴ്സ് ഒന്നുമില്ല. പക്ഷേ സർട്ടൺ കേസസിൽ ഈ ജി മേ ബി നോട്ട് കോയിൻസൈഡ് വിത്ത് ദി സെൻട്രൽ ലൈൻ. അതായത് ഇവിടുന്ന് ഒരു ഡിസ്റ്റൻസിൽ, സെൻട്രൽ ലൈനിൽ ഒരു ഡിസ്റ്റൻസിൽ ആയിരിക്കും ജി ഉണ്ടാവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ആണെന്ത്? എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത്. എക്സെൻട്രിസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഓഫ് റോട്ടറിൻ്റെ സെൻറ്റർ ഓഫ് മാസ് സെൻട്രൽ ലൈനിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, അതാണ് എക്സെൻട്രിസിറ്റി. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ദർ വിൽ ബി എ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, അല്ലേ? ഇഫ് ദ മാസ് ഓഫ് ദ റോട്ടർ ഈസ് എം and E is the eccentricity and omega is the എഴുതാം. സപ്പോസ് മാസ് എം മാസ് ഓഫ് റോട്ടർ, ഈ എക്സെൻട്രിസിറ്റി പിന്നെ വരുന്നത് ഒമേഗ ആംഗുലാർ വെലോസിറ്റി ഓഫ് ഷാഫ്റ്റ്. ഓക്കെ, പിന്നെ വരുന്നത് കെ സ്റ്റിഫ്നെസ് ഓഫ് എസ് കേട്ടോ, നമ്മൾ എസ് സ്റ്റിഫ്നെസ് ഓഫ് ഷാഫ്റ്റ്. അത് നമ്മൾ സ്പ്രിങ്ങിൻ്റെ കേസിൽ സ്റ്റിഫ്നെസ് പഠിച്ചില്ലേ? ഫോഴ്സ് ബൈ ഡെൽറ്റ. അത് കെ ഇൻറ്റു ഡെൽറ്റ ആയിരിക്കും, എസ് ഇൻറ്റു ഡെൽറ്റ ആയിരിക്കും ഫോഴ്സ്. അതായത് സ്റ്റിഫ്നെസ് ഇൻറ്റു ഡിഫ്ലക്ഷൻ ആയിരിക്കും ഫോഴ്സ്. അപ്പോൾ ഈ കേസിൽ നമുക്ക് ശ്രദ്ധിക്കാം. സപ്പോസ് ഇവിടെയാണ്
ഫോഴ്സ്, ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് FC താഴേക്ക് ആക്ട് ചെയ്യും അല്ലേ? അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൺ ടു ദി ഷാഫ്റ്റ് ചെറുങ്ങനെ ഒന്ന് ബെൻഡാവും. ഇങ്ങനെ ബെൻഡാവും ലൈക്ക് ദിസ്. ഷാഫ്റ്റ് ബെൻഡാവും. കാരണം എന്താണ്? ഡ്യൂ ടു FC, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഷാഫ്റ്റിന് ചെറിയ ബെൻഡിങ് വരും. അപ്പോൾ ഷാഫ്റ്റ് കണ്ടിന്യൂസ്ലി റൊട്ടേറ്റ് ആണ്. ഷാഫ്റ്റ് ബെൻഡ് ചെയ്യുമ്പോൾ ഒന്നിച്ചുണ്ടായ ഇതെന്ത് സംഭവിക്കും? ഒന്നിച്ചുണ്ടായ റോട്ടറും കുറച്ച് താഴേക്ക് വരും അല്ലേ? റോട്ടർ താഴേക്ക് വരും. അപ്പോൾ റോട്ടറിൻ്റെ ഇവിടെയാണ് എന്ത് G ഉള്ളത്. ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസാണ് എന്ന് പറയുന്നത്. ഈ ഡിസ്റ്റൻസാണ് അല്ലേ? ഇനി ഓൾറെഡി സെൻറ്റർ പോയിന്റ് നിന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് Y. എന്താണ്? ഈ സെൻറ്റർ പോയിന്റ് നിന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസാണ് Y. ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസാണ് അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് Y + E. ടോട്ടൽ ഡിഫ്ലക്ഷൻ എന്താണ്? Y + E. ടോട്ടൽ ഡിഫ്ലക്ഷൻ Y + E ആണ് ടോട്ടൽ ഡിഫ്ലക്ഷൻ. എന്താണ് Y? Y ഈസ് ദി അഡീഷണൽ deflection of rotor due to what? Due to centrifugal force. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ഒരു ഡിഫ്ലക്ഷനാണ് Y. എന്ന് വെച്ചാൽ ആ എക്സെൻട്രിസിറ്റി, അതായത് സെൻറ്റർ ഓഫ് മാസ് സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ നമ്മളെ FC എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? mR⍵² ആണ്. ഇവിടെ R ഈസ് ഈക്വൽ ടു Y + E ആണ്. ടോട്ടൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഒന്ന് ഇനീഷ്യൽ എക്സെൻട്രിസിറ്റി ഉണ്ട്, പിന്നെ ഡിഫ്ലക്ഷൻ ഡ്യൂ ടു സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ഉണ്ട്. സോ CF ക്യാൻ ബി റിട്ടൺ ആസ് M × Y + E × ω². അല്ലേ? അപ്പോൾ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫോഴ്സ് FC. ഫിഗർ ഞാൻ ഒന്നുകൂടെ വരക്കാം. ഡിഫ്ലക്ഷന് ശേഷമുള്ള ഫിഗർ എന്ന് വെച്ചാൽ ഇതായിരുന്നു ഒറിജിനൽ സെൻട്രൽ ലൈൻ. ഡിഫ്ലക്ഷന് ശേഷം ഈ ഒരു പോയിന്റിലെത്തി. ആൻഡ് ഷാഫ്റ്റ് വിൽ ബി ലൈക്ക് ദിസ്. ആൻഡ് സെൻട്രൽ ലൈനിന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് ആണ് Y. ഇവിടുന്ന് ജിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ. And the force acting will be like downwards, centrifugal force downward. പക്ഷേ നിങ്ങൾക്കറിയാം ഷാഫ്റ്റ് ഈസ് റൊട്ടേറ്റിംഗ് വിത്ത് ആൻ ആംഗുലർ വെലോസിറ്റി ω. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞാൽ ഷാഫ്റ്റ് നേരെ ഇവിടത്തേക്ക് വരും അല്ലേ? ഷാഫ്റ്റ് ഇങ്ങനെ മുകളിലേക്കും താഴേക്കും വരും. കാരണം ഇത് റൊട്ടേറ്റ് ചെയ്യാണ്. ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യല്ലേ. അപ്പോൾ ആ സമയത്താണെങ്കിൽ നമ്മളെ റോട്ടർ ഇങ്ങനെ വരും. ഇതായിരിക്കും Y, റൈറ്റ്? അങ്ങനെ മാറി വരും. പക്ഷേ ഏത് പോയിന്റിലായാലും FC പുറത്തേക്കായിരിക്കും. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വിൽ ബി ഔട്ട്വേർഡ്സ് അല്ലേ? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വിൽ ബി ഔട്ട്വേർഡ്സ്, FC ഔട്ട്വേർഡ്സ്. പക്ഷേ ഈ FCനെ നമ്മൾ റെസിസ്റ്റിംഗ് ഒരു ഡിഫ്ലക്ഷൻ, ഈ ഷാഫ്റ്റിനൊരു സ്റ്റിഫ്നെസ് ഉണ്ടാവുമല്ലോ. ആ സ്റ്റിഫ്നെസ് ഐ വിൽ ഷോ ഇറ്റ് ഇൻ ഗ്രീൻ കളർ. Stiffness will try to pull back this shaft towards center line. അപ്പോൾ ഈ FCനെ ഓപ്പോസ് ചെയ്യുന്ന രീതിയിൽ എന്തുണ്ടാവും? ഒരു K അല്ലെങ്കിൽ S, സ്റ്റിഫ്നെസ് S അല്ലേ? S × Y എന്നുള്ള ഫോഴ്സ് ഇറ്റ് വിൽ ട്രൈ ടു പുൾ ബാക്ക് ദാറ്റ് ഷാഫ്റ്റ് അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോർ ഇക്വിലിബ്രിയം CF should be, അതായത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് റെസിസ്റ്റിംഗ് ദ ഡിഫ്ലക്ഷൻ. അപ്പോൾ എന്താണ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് SY ആണ്. ദാറ്റ് ഈസ് MY + E ω² ഈസ് ഈക്വൽ ടു S × Y ആണ് ഫോർ ഇക്വിലിബ്രിയം. റൈറ്റ്? ഫോർ ഇക്വിലിബ്രിയം. സോ നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ MY ω² + ME ω² ഈസ് ഈക്വൽ ടു SY എന്ന് കിട്ടും.
വൈ ഉള്ളത് വൈ ഇൻറ്റു എസ് മൈനസ് എം ഒമേഗ സ്ക്വയർ എന്നുള്ളത് വൈ ഇൻറ്റു എസ് മൈനസ് എം ഒമേഗ സ്ക്വയർ എന്നുള്ളത് എം ഇ ഒമേഗ സ്ക്വയർ എന്നാക്കാം അല്ലേ, എം ഇ ഒമേഗ. സോ വൈ ഈസ് ഈക്വൽ ടു എം ഇ ഒമേഗ സ്ക്വയർ ബൈ എസ് മൈനസ് എം ഒമേഗ സ്ക്വയർ, റൈറ്റ്? ആൻഡ് വൈ ഈസ് ഈക്വൽ ടു അഗെയിൻ ഇ ബൈ എസ് ബൈ എം ഒമേഗ സ്ക്വയർ മൈനസ് 1 ഇങ്ങനെ എഴുതാം. കാരണം എം ഒമേഗ സ്ക്വയർ ഞാൻ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഡിവൈഡ് ചെയ്തു. സോ വി നോ ദാറ്റ് എസ് ബൈ എം ഈസ് റൂട്ട് ഓഫ് എസ് ബൈ എം ഈസ് ഒമേഗ എൻ. ഈസ് എസ് ബൈ എം എന്ന് വെച്ചാൽ എന്താ? ഒമേഗ എൻ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എസ് ബൈ എമ്മിന് പകരം വൈ ഈസ് ഈക്വൽ ടു ഇ ബൈ ഒമേഗ എൻ ബൈ ഒമേഗ ഹോൾ സ്ക്വയർ മൈനസ് 1 അല്ലേ, അല്ലേ? ഇനി നമ്മൾ ക്രിട്ടിക്കൽ സ്പീഡ് എന്താണ് നോക്കും. ക്രിട്ടിക്കൽ സ്പീഡ് ഓർ വേളിംഗ് സ്പീഡ് ഓർ വിപ്പിംഗ് സ്പീഡ്. മൂന്ന് പേരുണ്ട്. വിപ്പിംഗ് സ്പീഡ്, വേളിംഗ് സ്പീഡ്, വിപ്പിംഗ് ഓർ ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്പീഡ് അറ്റ് വിച്ച് the shaft tends to vibrate violently in the transverse direction. അതായത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിട്ടിക്കൽ സ്പീഡ് ഇൻ കേസ് ഓർ വേളിംഗ് സ്പീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം y ഈസ് ഈക്വൽ ടു ഇ ബൈ ഒമേഗ എൻ ബൈ ഒമേഗ ഹോൾ സ്ക്വയർ മൈനസ് 1 എന്നറിയാം. നമ്മൾ ഈ കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ വെൻ ഒമേഗ എൻ ഈസ് ഈക്വൽ ടു ഒമേഗ, വൈ എന്തായി? വൈ ഈസ് ഈക്വൽ ടു ഇ ബൈ 1 മൈനസ് 1 അല്ലേ. ദാറ്റ് മീൻസ് വൈ ഈസ് ഈക്വൽ ടു ഇ ബൈ 0. ഡിനോമിനേറ്ററിൽ 0 വന്നാൽ വൈ ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലേ. ഡിനോമിനേറ്റർ 0 എന്ന് വെച്ചാൽ വൈ ടെൻസ് ടു ഇൻഫിനിറ്റി. സോ വൈ ഈസ് ലാർജ്, ഡിഫ്ലക്ഷൻ ഈസ് ലാർജ്. Deflection is infinitely large. അങ്ങനെ ഒരു വെരി ലാർജ് ഡിഫ്ലക്ഷൻ വരുന്നതാണ് വി കോൾ ദാറ്റ് എ പർട്ടിക്കുലർ കേസസ് റെസോണൻസ് ഒക്കേഴ്സ് അല്ലേ. റെസോണൻസ് ഒക്കേഴ്സ് ആൻഡ് ദാറ്റ് പർട്ടിക്കുലർ സ്പീഡ് ഒമേഗ ഈസ് നോൺ ആസ് ക്രിട്ടിക്കൽ സ്പീഡ്. ഒമേഗ ഈസ് ഈക്വൽ ടു ഒമേഗ എൻ ആണ്. ഒമേഗ എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് എസ് ബൈ എം ആണ്. അപ്പോൾ അതായത് ഏത് സ്പീഡിലാണോ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ആ പർട്ടിക്കുലർ സ്പീഡിൽ ഇൻഫൈനറ്റ്ലി ലാർജ് ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് പർട്ടിക്കുലർ സ്പീഡ് ഈസ് ക്രിട്ടിക്കൽ സ്പീഡ് ഓർ വേളിംഗ് സ്പീഡ് എന്ന് പറയും. അപ്പോൾ സാധാരണഗതിയിൽ ക്രിട്ടിക്കൽ സ്പീഡിൻ്റെ വാല്യൂ പറയുന്നത് ഈ ഒമേഗ എന്നിന് ഈക്വൽ ആയിരിക്കും. അതായത് നാച്ചുറൽ ഫ്രീക്വൻസി ഈക്വൽ ആയിരിക്കും. നാച്ചുറൽ ഫ്രീക്വൻസി ഈസ് നത്തിങ് ബട്ട് റൂട്ട് ഓഫ് എസ് ബൈ എം, വെർ എസ് ഈസ് ദി സ്റ്റിഫ്നെസ് ഓഫ് ദ ഷാഫ്റ്റ് ആൻഡ് എം ഈസ് ദി മാസ് ഓഫ് ദ റോട്ടർ. എസ് എന്താണ്? എസ് എന്ന് പറയുന്നത് സ്റ്റിഫ്നെസ് ഓഫ് ഷാഫ്റ്റ് ആണ്. എം മാസ് ഓഫ് റോട്ടർ. Okay, so this particular value of omega is known as critical speed. If the speed of the shaft is increased rapidly beyond the critical speed, അതായത് ഒമേഗ ഗ്രേറ്റർ ദാൻ ഒമേഗ എൻ ആകുമ്പോഴും y is നെഗറ്റീവ് അല്ലേ. ഇവിടെ ഒമേഗ എൻ ഗ്രേറ്റർ ദാൻ ഒമേഗ എൻ ആകുമ്പോൾ എന്താവും? ലെസ് ദാൻ 1 ആവില്ലേ. ഒമേഗ എൻ ബൈ ഒമേഗ ലെസ് ദാൻ 1 ആയി. ലെസ് ദാൻ 1 മൈനസ് 1 ചെയ്യുമ്പോൾ ടോട്ടൽ വൈ ഈസ് നെഗറ്റീവ് വെൻ ഒമേഗ ഗ്രേറ്റർ ദാൻ ഒമേഗ എൻ. ക്രിട്ടിക്കൽ സ്പീഡിനെക്കാട്ടി കൂടുതൽ സ്പീഡിൽ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്താൽ വൈ ഈസ് നെഗറ്റീവ്. ദിസ് മീൻസ് ദാറ്റ് ഷാഫ്റ്റ് ഡിഫ്ലക്ട്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ. ഷാഫ്റ്റ് ഡിഫ്ലക്ട്സ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്.
So as the speed continues to increase, y approaches the value minus e, or the center of mass of the rotor approaches the center line of rotation. This principle is used in running high-speed turbines by speeding up the rotor rapidly or beyond the critical speed. അപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ y is equal to e by omega n by omega സ്ക്വയർ ഒമേഗ ഹോൾ സ്ക്വയർ മൈനസ് 1 എന്നല്ലേ അല്ലേ? പർട്ടിക്കുലർ സ്പീഡ്, അതായത് ഒമേഗ ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ ഒമേഗ എൻ ആകുമ്പോൾ ഗീവ്സ് ഒമേഗ എൻ ബൈ ഒമേഗ അപ്രോച്ചസ് സീറോ. അതായത് കാരണം ഡിനോമിനേറ്റർ വലിയ വാല്യൂ ആകുമ്പോൾ ഇറ്റ് അപ്രോച്ചസ് സീറോ. അത് സീറോ ആയിക്കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് സീറോ ആയിക്കഴിഞ്ഞാൽ y വിൽ ബി നെഗറ്റീവ് ഇ ആവും. അതായത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ ഡിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങി അവസാനം അത് സെൻറ്റർ ലൈൻ ഇറ്റ് വിൽ റീച്ച് സെൻറ്റർ ലൈൻ അല്ലേ? അങ്ങനെയാണ്. കാരണം ഈ ഫിഗർ നോക്കിയാൽ മതി. അതായത് ഈ y എന്നുള്ള ഡിഫ്ലക്ഷൻ ഇ ഐ അല്ലേ? ഇ ഐ y ഈസ് ഈക്വൽ ടു ഇ, പക്ഷേ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, അതായത് ഈ ഡയറക്ഷനിലായി മൈനസ് ഇ. അപ്പോൾ ഇവിടെ ഓൾറെഡി ഇ ഉണ്ട്. അപ്പോൾ മൈനസ് ഇയും ഇയും ക്യാൻസലായിട്ട് ഇറ്റ് വിൽ റീച്ച് അറ്റ് ദി സെൻട്രൽ പൊസിഷനിലേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ വെരി ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വി വിൽ ബി ഏബിൾ ടു മേക്ക് ദി റൊട്ടേഷൻ അറ്റ് ദി സെൻട്രൽ ലൈൻ ഇറ്റ് സെൽഫ്. അതാണ് ഹൈ സ്പീഡ് ടർബൈൻസിൻ്റെ ഒക്കെ ഒരു പ്രിൻസിപ്പിൾ. ഹൈ സ്പീഡ് ടർബൈൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണത്. ആ വേർളിംഗ് ഓഫ് ഷാഫ്റ്റിൻ്റെ ആ ഒരു പർട്ടിക്കുലർ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുക. ഓക്കെ, so that's it. This is all about whirling of shaft. Thank you.